വൃക്ഷങ്ങൾ പടർന്നു പന്തലിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് വൃക്ഷങ്ങൾക്ക് ആ മനോഹാരിതയും ആ ശക്തിയുമൊക്കെ കിട്ടുന്നത്? അതിൻ്റെ ഉത്തരം വേരുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. വേരുകളാണ് വൃക്ഷത്തെ പടർന്നു പന്തലിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വൃക്ഷങ്ങൾക്ക് മനോഹാരിത ലഭിക്കുന്നതും വേരുകളിൽ നിന്ന് തന്നെ. വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് വൃക്ഷത്തിന് ശക്തിയുണ്ടാകുന്നത്. പലതരം വേരുകൾ പോലെ മനുഷ്യ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില അക്ഷരക്കൂട്ടുകളുടെ ഒരു സമാഹാരമാണ് ഇന്നത്തെ ബുക്ക് ഷെൽഫിൽ. ശ്രീജിത്ത് എന്ന യുവ എഴുത്തുകാരൻ്റെ ആദ്യ കവിതാ സമാഹാരം വേരെഴുത്ത് എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഗയ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. 75 കുഞ്ഞു കവിതകളിലൂടെ, കവിതകൾ എന്ന് പേരിട്ട് വിളിക്കുന്നതിനേക്കാൾ ഉപരി 75 ചിന്തകളാണ്. അത് വായിക്കുമ്പോൾ കവിതകളായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അത് ചിലപ്പോൾ അനുഭവങ്ങളുടെ, കഥകളുടെയൊക്കെ മനോഹാരിതയിൽ ചേർത്ത് വച്ചിരിക്കുന്ന 75 ചിന്തകളാണ്. ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ട പരിഗണനയെക്കുറിച്ചുമൊക്കെ ശ്രീജിത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്ത് എന്താണ് മാറാത്തത്? എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കവിതയും മാറിക്കൊണ്ടിരിക്കുന്നു. കവിതയുടെ ഭംഗിയും അതിൻ്റെ വർണ്ണനകളും ഒക്കെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേരെഴുത്തിനും അടിമുടി താള ലംഘനമുണ്ട്. ശ്രീജിത്ത് ഒരു പുതിയ ആവിഷ്കാരവുമായിട്ടാണ് വേരെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിലൂടെ വായനക്കാരൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഇതിൽ താളമില്ല. താളത്തിന് ലംഘനമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിലെ ആശയങ്ങൾ വായിച്ചെടുത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോഴാണ് അതിൽ കവിത പിറക്കുന്നത്. ഇത് കവിതയാണ് എന്ന് പറഞ്ഞല്ല അദ്ദേഹം നമുക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. ചിന്തകളേക്കാൾ ഉപരി ഓരോ ബോധ്യങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കേണ്ട 75 ചിന്തകളാണ് ഈ വേരെഴുത്ത് എന്ന കവിതകളിലൂടെ. ഇതിലെനിക്ക് മനോഹരമായി തോന്നിയ ഒരു കവിതയാണ് പാതുകം. മുള്ളുകളുണ്ടെന്നറിഞ്ഞിട്ടും മുടക്കം പറയാത്തവർ, തേഞ്ഞു തീരുമ്പോഴൊടുവിൽ കൊണ്ടു നടന്നവർ, ഒഴിവാക്കുമെന്നറിഞ്ഞിട്ടും ഉമ്മറപ്പടിയിൽ കാത്തിരുന്നവൾ, അവളാണ് പാതുകം. മുള്ളുകളുണ്ടെന്നറിഞ്ഞും മുടക്കം പറയാത്തവർ, തേഞ്ഞു തീരുമ്പോൾ ഒടുവിൽ കൊണ്ടു നടന്നവൻ, ഒഴിവാക്കുമെന്നറിഞ്ഞിട്ടും ഉമ്മറപ്പടിയിൽ കാത്തിരുന്നവൾ. വേരെഴുത്തിലെ ഈ 75 കവിതകളിൽ ഒരുപടി മുമ്പിൽ നിൽക്കുന്നത് ഈ പാതുകം എന്ന കവിത തന്നെയാണ്. കവിയുടെ ഗ്രാഫ്, അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഈ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുകയാണ്. വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈ പാതുകം എന്ന കവിത ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാതുക ബിംബം ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റേതാകാം, യുവത്വത്തിൻ്റേതാകാം. ജീവിതത്തിൽ നിന്ന് നാം വലിച്ചെറിയുന്നതെന്തോ അതെല്ലാം പാതുകമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. നാം ഉപേക്ഷിച്ച് കളഞ്ഞ, നാം കണ്ണടച്ച് കളഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഈ പാതുകമെന്ന കവിത നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാക്കി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ട, തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ ശ്രീജിത്ത് നമുക്ക് മുമ്പിൽ മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന പ്രതീക്ഷ എന്ന കവിത നോക്കുക. കിനാവുകൾക്ക് ചിറകുമുളപ്പിച്ചതും പറക്കാൻ പഠിപ്പിച്ചതും പറന്നുയർന്നപ്പോൾ ഒടുവില ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയതും പിന്നെ പിടച്ചിൽ കണ്ട് കൈകൊട്ടി ചിരിച്ചതും നീ. ഇതാണ് പ്രതീക്ഷ. കിനാവുകൾക്ക് ചിറകുമുളപ്പിച്ചതും പറക്കാൻ പഠിപ്പിച്ചതും പറന്നുയർന്നപ്പോൾ ഒടുവില ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയതും പിന്നെ പിടച്ചിൽ കണ്ട് കൈകൊട്ടി ചിരിച്ചതും നീ. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പമല്ല കവി ചിന്തിക്കുന്നത്. വാനിനപ്പുറം പറക്കാൻ മോഹിച്ച പക്ഷിയുടെ അല്ലെങ്കിൽ കവിയുടെ പ്രതീക്ഷയാണ് ശ്രീജിത്ത്
ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളുടെ ഒരു വാനത്തിലേക്ക്, ആകാശത്തോളം പരന്നു കിടക്കുന്ന പ്രതീക്ഷ മനുഷ്യജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന ഓർമ്മപ്പെടുത്തലുണ്ട് ഈ കവിതയിൽ. തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷകൾക്കൊപ്പമല്ല നമ്മുടെ യാഥാർത്ഥ്യമെന്നും നാം തിരിച്ചറിയേണ്ടടുത്തു നിന്നാണ് ജീവിതം തുടങ്ങേണ്ടതെന്ന് ശ്രീജിത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഷിത്തണ്ട് എന്ന കവിത അതിനോട് ചേർന്ന് പോകുന്ന ഒന്നാണ്. ഒരു ഉമ്മയാൽ 1000 ഓർമ്മകളെ മായ്ച്ചൊടുവിൽ ഓർമ്മയായ ബാല്യകാല സഖി എന്നാണ് ഈ കവിത. അത്രയേ ഉള്ളൂ ഈ കവിതയുടെ വരികൾ. ഒരു ഉമ്മയാൽ 1000 ഓർമ്മകളെ മായ്ച്ച് ഒടുവിൽ ഓർമ്മയായ ബാല്യകാല സഖി. ചിതയിലേക്ക് എടുക്കും മുമ്പേ നൽകിയ അവസാനത്തെ ചുംബനത്തിൻ്റെ ഓർമ്മ പോലെ ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നഷ്ടപ്രണയത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനെക്കുറിച്ചോ ഒക്കെ ആകാം. പക്ഷേ അത് എല്ലാ ജീവിതങ്ങളിലേക്കും ചേർത്ത് വയ്ക്കാവുന്ന വരികളായി മാറുകയാണ്. ഒരുമ്മയാൽ 1000 ഓർമ്മകളെ മായ്ച്ചൊടുവിൽ ഓർമ്മകളാകുന്ന ബാല്യകാല സ്മരണകൾ. പലപ്പോഴും ജീവിതത്തോട് ചേർത്തു പിടിച്ച നല്ല ഓർമ്മകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില അനുഭവങ്ങളിൽ, ചില വേർപാടുകളിൽ അവർ ഓർമ്മകളായി നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നു. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. മനുഷ്യൻ്റെ സ്വഭാവം പല രീതിയിലും പല താളത്തിലും വ്യത്യസ്തങ്ങളാണ്. ഇപ്രകാരം മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവൻ്റെ മുഖത്തെക്കുറിച്ച്, അവൻ്റെ മൂകാഭിനയത്തെക്കുറിച്ചുള്ള ഒരു കവിതയുണ്ട് മുഖമെന്ന പേരിൽ. 3 നേരവും 30 രീതിയിൽ മുന്നിലിരിക്കുന്നവരോട് മൂകാഭിനയം നടത്തുന്നവൻ. 3 നേരവും 30 രീതിയിൽ മുന്നിലിരിക്കുന്നവരോട് മൂകാഭിനയം നടത്തുന്നവൻ. തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് പല മുഖങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളവരോട് ഒരു മുഖം, ഇഷ്ടമില്ലാത്തവരോട് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു മുഖം. ഇന്നത്തെ കാപട്യ ലോകത്തിൻ്റെ മുഖം വളരെ വിമർശനാത്മകമായി ശ്രീജിത്ത് നമുക്ക് മുമ്പിൽ ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ വ്യത്യസ്തനാണ്. തീർച്ചയായിട്ടും അവൻ്റെ അഭിരുചികളും അവൻ്റെ താല്പര്യങ്ങളുമൊക്കെ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ മൂല്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവനാകണം മനുഷ്യൻ. അത് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും പലതായിക്കൂടാ. ഒരേ മൂല്യങ്ങൾ, ഒരേ ധാർമ്മികതയൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതവസരത്തിലും ഒരേ മുഖത്തോടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ മനുഷ്യന് സാധിക്കും. ആ കപടതയുടെ മുഖംമുടിയാണ് നാം വലിച്ചെറിയേണ്ടത്. ആ മുഖം ജീവിതത്തിൽ നിന്ന് മാറ്റി മറ്റൊരു നല്ല മുഖത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മൂല്യങ്ങളുള്ള നല്ല മാനുഷികതയുടെ വ്യക്താക്കളാകാൻ നമുക്ക് പറ്റും. ഒരു ചെറിയ കവിതയും ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീജിത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ചിരി എന്ന മറ്റൊരു പേരിൽ. മുഖത്തിനു ശേഷം ചിരി. തരിയോളം ചിരി മതി, തിരയോളം കണ്ണീരൊപ്പാൻ. 2 വരികളാണെങ്കിൽ കൂടി ഇതിന് മനോഹരമായ ആശയ പരപ്പുണ്ട്. തരിയോളം ചിരി മതി, തിരയോളം കണ്ണീരൊപ്പാൻ. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യപ്പെടുന്നത് ഹൗ ടു ബി ഹാപ്പി, അല്ലെങ്കിൽ എപ്രകാരമാണ് ഹാപ്പിനെസ് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ടെൻഷൻ്റെ ഈ കാലഘട്ടത്തിൽ ചിരി നമ്മൾ പലപ്പോഴും ഒട്ടിച്ചു നടക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. മനസ്സ് തുറന്ന് ചിരിക്കാനോ മറ്റുള്ളവരെ ആത്മാർത്ഥതയോടെ നമ്മുടെ പുഞ്ചിരിയിലേക്ക് കൊണ്ടുവരാനോ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ഈ ചിരി തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടം വന്നെത്തിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ഈ കവിതയിൽ. തരിയോളം ചിരി മതി, തിരയോളം കണ്ണീരൊപ്പാൻ. തിരയോളമുണ്ട് നമ്മുടെ കണ്ണീരുകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വ്യഥകൾ. ഈ തിരയോളമുള്ള നമ്മുടെ ദുഃഖങ്ങളെയും സന്താപങ്ങളെയും ഒക്കെ മാറ്റാൻ തീർച്ചയായിട്ടും തരിയോളമുള്ള നമ്മുടെ ചിരികൾക്ക് പറ്റും. അത് നമ്മുടെ ദുഃഖങ്ങൾ മാത്രമല്ല, അപരൻ്റെ ദുഃഖവും മാറ്റുമെന്ന ഉറപ്പ് എഴുത്തുകാരൻ നമുക്ക് തരുന്നുണ്ട്. ആദ്യം ഞാൻ വനത്തിൽ കഴിഞ്ഞുകൂടി, പക്ഷേ
നിങ്ങളവ നശിപ്പിച്ചു, എന്നെ പുറത്താക്കി. ഞാൻ കടലിൻ്റെ അഗാധങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. അവിടെയും നിങ്ങൾ പരീക്ഷണങ്ങളുമായി വന്ന് എൻ്റെ സ്വസ്ഥത തകർത്തു. ഞാൻ ഗിരിശൃംഗങ്ങളുടെ അത്യുന്നതയിൽ വാസമുറപ്പിച്ചു. അവിടെയും നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നു. നാളുകൾക്കിപ്പുറം നിങ്ങൾ കൂടുകൾ തീർത്ത് എന്നെ അതിലിരുത്തി. എന്നാൽ അവിടെയും നിങ്ങൾ എനിക്ക് സ്വസ്ഥത തന്നില്ല. വരുമാനം കുറവെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പഴിച്ചു. ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലൊരു ഇരിപ്പിടം നിർമ്മിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിങ്ങൾ എന്നെ ഇരുത്തുന്നതിന് സമയം കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനെ കോലുകൊണ്ട് കുത്താൻ ഓടി നടന്നു. ഇനി പറയൂ, നിങ്ങൾക്കിടയിൽ ഞാൻ എവിടെയാണ്? ഒന്ന് സമാധാനമായി ഇരിക്കുക. ഇനി പറയൂ, നിങ്ങൾക്കിടയിൽ ഞാൻ എവിടെയാണ്? ഒന്ന് സമാധാനമായി ഇരിക്കുക. എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്, എപ്രകാരമാണ് എന്ന് തിരിച്ചറിയേണ്ട, തിരിച്ചറിവ് നൽകുന്ന ഒരു കവിതയാണ് ഈ ശ്രീജിത്തിൻ്റെ മനോഹരമായ കവിത. ഇതിൽ ദൈവസങ്കല്പമുണ്ട്. എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ദൈവസാന്നിധ്യത്തെ എപ്രകാരം നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. പലയിടങ്ങളിലൂടെയും പല വഴികളിലൂടെയും നാം സഞ്ചരിക്കും, അല്ലെങ്കിൽ ഇനിയും നമ്മുടെ യാത്രകൾ വിദൂരത്തിലുണ്ട്. പക്ഷേ ദൈവമെന്ന സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളതാണോ എൻ്റെ യാത്രകളും എൻ്റെ സംരംഭങ്ങളും എന്ന് നാം ചിന്തിച്ചുകൊണ്ട് അതിനെ ബോധപൂർവം, ബോധത്തോടുകൂടി ആ ദൈവസങ്കല്പത്തെ തിരിച്ചു പിടിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലും നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ പറയേണ്ടത്, നമുക്കിടയിൽ ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ സ്ഥാനം എപ്രകാരമാണ്. ഈ അടുത്ത കാലത്ത് സ്നേഹത്തെക്കുറിച്ച് കേട്ട ഏറ്റവും മനോഹരമായ സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാപ്പ പറഞ്ഞ ഒരു കാര്യമാണ്. കുമ്പസാരിച്ച് കഴിയുമ്പോൾ, കുമ്പസാരമെന്ന കൂദാശ സ്വീകരിച്ച് കഴിയുമ്പോൾ സ്വീകരിക്കുന്ന മനുഷ്യൻ സ്നേഹത്തിലാകുകയാണ്. അവൻ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളുമായി, അപരനുമായി, പിന്നെ ദൈവവുമായി. ദൈവവും അപരനുമിടയിൽ സഞ്ചരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള യാത്രകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം കൂടുതൽ ധന്യമാക്കുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്രകാരമാണ് വ്യക്തിബന്ധങ്ങളിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളൊരു മനോഹരമായ കവിതയുണ്ട്, ഒരു കുഞ്ഞു കവിതയാണ്, അകലം എന്ന പേരിൽ. നീ അകന്ന ദൂരമളക്കുവാൻ ഞാൻ ഉപയോഗിച്ച അളവുകോലായിരുന്നു സ്നേഹം. നീ അകന്ന ദൂരമളക്കുവാൻ ഞാൻ ഉപയോഗിച്ച അളവുകോലായിരുന്നു സ്നേഹം. നീ എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോയ ദൂരത്തെ ഞാൻ അളന്നെടുക്കാൻ ഉപയോഗിച്ച ഒരു ഉപകരണം, അതാണ് സ്നേഹം. തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന്, വ്യക്തിബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും ഈ സ്നേഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയതിൻ്റെ ആ ഒരു ദൂരത്തെ. വളരെ മനോഹരമായ ഒത്തിരി അർത്ഥതലങ്ങളുള്ള വരികളാണിത്. നീ അകന്ന ദൂരമളക്കുവാൻ ഞാൻ ഉപയോഗിച്ച അളവുകോലായിരുന്നു സ്നേഹം. തീർച്ചയായിട്ടും നാം അളക്കേണ്ടതുണ്ട്. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ നിന്നും വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിന്നും കൈമോശം വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരെ ചേർത്തുപിടിക്കേണ്ട ഒരു കടമയും നമുക്കുണ്ട്. ആ ചേർത്തുപിടിക്കൽ സ്നേഹത്തിൽ നിന്ന് മാത്രമേ തുടങ്ങാൻ പറ്റൂ. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ധന്യമാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലിലാവണം കവി ഈ അകലമെന്ന കവിത എഴുതി വച്ചിട്ടുള്ളത്. അടുത്തത് വസന്തത്തെക്കുറിച്ചാണ്. വേരിലൂടെ ചില്ലയിലെത്തി, പൂത്തുലഞ്ഞ് വാടിക്കരിഞ്ഞ്, മണ്ണിൻ്റെ മടിത്തട്ടിലൂടെ പിന്നെയും വേരിലേക്ക് തിരികെ നടന്നവൾ, അതാണ് വസന്തം. വേരിലൂടെ ചില്ലയിലെത്തി,
പൂത്തുലഞ്ഞ് വാടിക്കരിഞ്ഞ് മണ്ണിൻ്റെ മടിത്തട്ടിലൂടെ പിന്നെയും വേരിലേക്ക് തിരികെ നടന്നവൾ. പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ പോലും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സ്വപ്നത്തെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഇതിൽ. ഒരു വിത്തിന് എപ്രകാരം പൂത്തുലയാൻ പറ്റുമെന്നും എപ്രകാരം സ്വപ്നങ്ങൾ കാണാൻ പറ്റുമെന്നുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതാശകലം. സ്വപ്നത്തെക്കുറിച്ച് മറ്റൊരു കവിത ശ്രീജിത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വസന്തമാണ് ജീവിതത്തെ, നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കവിത. ആദ്യം വേരാണ്, അത് ചില്ലയിലെത്തുന്നു, പൂത്തുലഞ്ഞ് വാടിക്കരിഞ്ഞ് മണ്ണിൻ്റെ മടിത്തട്ടിലേക്ക് വീണ്ടും യാത്രയാകുന്നു. അത് പിന്നീട് വേരിന് ബലമാകുകയാണ്. ജീവിതത്തിൽ നാം കൊടുക്കുന്ന എല്ലാ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്കും ഈ കാലഘട്ടത്തിനും ഈ സമൂഹത്തിനും നാം കൊടുക്കുന്ന എല്ലാ സംഭാവനകളും ഇങ്ങനെ തന്നെയാണ്. വീണ്ടും വീണ്ടും അത് മറ്റുള്ളവർക്ക് പൂത്തുലയാൻ, മറ്റുള്ളവർക്ക് ശക്തി പകരാൻ നാം കൊടുക്കുന്ന ഇന്ധനങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ മാറണമെന്നുള്ള ഓരോ ഓർമ്മപ്പെടുത്തലും വസന്തം എന്ന ഈ കവിതയിലുണ്ട്. സ്വപ്നത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാണണമെന്ന് മനസ്സും കാണരുതെന്ന് ജീവിതവും. തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണാൻ താല്പര്യമുള്ളവരും സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവരും അത് നേടിയെടുക്കാൻ പ്രയത്നിക്കുന്നവരുമൊക്കെയാണ് മനുഷ്യർ. അതുകൊണ്ടാണ് മനസ്സ് പറയുന്നത് സ്വപ്നം കാണണം, സ്വപ്നത്തിൽ ജീവിക്കണമെന്നൊക്കെ. പക്ഷെ ജീവിതം എപ്പോഴും അതിനോട് പ്രതികരിക്കുന്നത് അത് കാണരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായാണ്. അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവാണ് കവിത പറയുന്നത്. സ്വപ്നം കാണാൻ പറ്റും, പക്ഷേ ജീവിതം അതിനെ പിടിച്ചു നിർത്തുകയാണ്. അല്ലെങ്കിൽ നേടിയെടുക്കാൻ നമ്മുടെ നെട്ടോട്ടങ്ങൾക്ക് പറ്റാത്ത വിധത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ വിലങ്ങുതടികളായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യജീവിതം സ്വപ്നങ്ങളാൽ സമൃദ്ധമാണ്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വഴികളിലൂടെയാണ് മനുഷ്യരെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരം കൂടുതൽ ദൃഢമാകണമെങ്കിൽ ദൃഢമായ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ കവിതയിലുണ്ട്. പുസ്തകത്തിൻ്റെ അവതാരികയിൽ കലവൂർ രവികുമാർ നിരീക്ഷിക്കുന്നു, ഏകാകിയും വിഷാദിയുമായ ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കവി ഏകാകിയാണ്, വിഷാദിയാണ്. അതിന് കാരണങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പല കവിതകളും അദ്ദേഹം ചേർത്ത് വായിക്കുന്നുണ്ട്, പ്രതീക്ഷയും പാതുകവുമൊക്കെ. ഈ കവിതകളിലൊക്കെ കണ്ണീരിൻ്റെ ഒരു നനവുണ്ട് എന്ന് കലവൂർ രവികുമാർ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും കവി ഒരിക്കലും പൊട്ടിക്കരയുന്നില്ല. തൻ്റെ സങ്കടങ്ങൾ, താൻ അനുഭവിക്കുന്ന തിരസ്കാരങ്ങളൊക്കെ ഏതാണ്ട് നിശബ്ദനായി പറഞ്ഞു വയ്ക്കുക മാത്രമാണ് കവി ചെയ്യുന്നത്. ഞാൻ ആ മാറി നിൽപ്പിൽ കാണുന്നത് ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച കണ്ണീരിൻ്റെ പുഴയാണ് എന്നാണ് അവതാരികയിൽ കലവൂർ രവികുമാർ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഏകാകിയായും വിഷാദിയുമായും ഒക്കെ കാണുന്നത് പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ഉള്ളിൽ വലിയ കണ്ണീരിൻ്റെ ഒരു പുഴയുണ്ട് എന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയെക്കുറിച്ച് പ്രതിബദ്ധതയുള്ള, സ്നേഹത്തെക്കുറിച്ച് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഓർത്തുള്ള സങ്കടങ്ങളും കണ്ണീരും കാണും. അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ കടന്നു വരും. അങ്ങനെ നോക്കുമ്പോൾ ഇതിലെ കവിതകളിൽ കൂടുതലും അത്തരത്തിലുള്ള പ്രതിബദ്ധതയുടെ കവിതകളാണ്. അങ്ങനെ വരുന്നൊരു കവിതയാണ് തിരയും കരയും. തിരയൊത്തിരി ദൂരെ പോയാലും തിരികെയെത്തി തലോടുമെന്ന് കര, കരയിത്തിരി വറ്റി കരളു നീറ്റുമ്പോൾ തിരികെ എത്തുമെന്ന് തിര. ശീർഷകം തന്നെ മനോഹരമാണ്. തിരയും കരയും. തിരയൊത്തിരി ദൂരെ പോയാലും തിരികെയെത്തി തലോടുമെന്ന് കര പറയുന്നു. കരയിത്തിരി വറ്റി കരളു നീറ്റുമ്പോൾ തിരികെ എത്തുമെന്ന് തിരയും. ഈ വേരെഴുത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ശക്തമായി ആഴ്ന്നിറങ്ങിയത്, ഒരു വേരായി പടർന്നിറങ്ങിയത് കുട എന്ന കവിതയാണ്. വ്യക്തിപരമായി ഒത്തിരി ചേർത്ത് നിർത്തിയ ഒരു കവിത. ഒരു കുടയാവണം, കൂടെ നടക്കണം,
കുളിരുള്ള മഴയും നോവുള്ള വെയിലും നിനക്കേൽക്കാതെ കൂടെ നടക്കണം. മഴ തോരുമ്പോൾ കുതിർന്നൊലിച്ച് വെയിൽ മായുമ്പോൾ പൊടിഞ്ഞമർന്ന് ഒരു കോണിൽ തനിച്ചുറങ്ങണം. ഇനിയൊരു വെയിലും പിന്നൊരു മഴയും നിന്നെ തേടിയെത്തും നാൾ വരെ തനിച്ച് ഉറങ്ങണം. ഒരു കുടയാവണം, കൂടെ നടക്കണം. കുളിരുള്ള മഴയും നോവുള്ള വെയിലും നിനക്കേൽക്കാതെ കൂടെ നടക്കണം. മഴ തോരുമ്പോൾ കുതിർന്നൊലിച്ച് വെയിൽ മായുമ്പോൾ പൊടിഞ്ഞമർന്ന് ഒരു കോണിൽ തനിച്ചുറങ്ങണം. ഇനിയൊരു വെയിലും പിന്നൊരു മഴയും നിന്നെ തേടിയെത്തും നാൾ വരെ തനിച്ചുറങ്ങണം. എപ്രകാരമാണ് ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നത്? അതിനെ സൗഹൃദമെന്ന പേരിൽ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു കുടയായി, അവൻ്റെ മഴയിലും അവൻ്റെ വെയിലിലുമൊക്കെ തണൽ നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഒരു കുടയായി എപ്രകാരം എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാനൊരു ഉത്തമ സുഹൃത്താണ് എന്ന്, ഒരു നല്ല ചങ്ങാതിയാണ് എന്ന്. ഇപ്രകാരം കുടകൾ എവിടെയെങ്കിലുമൊക്കെ മടക്കി വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഹൃദമെന്ന കുടകൾ നമുക്ക് തിരിച്ചെടുക്കാം. സൗഹൃദമെന്ന കുടകളിലൂടെ മറ്റുള്ളവരെ ചേർത്തു പിടിച്ച് മഴയിലൂടെയും വെയിലിലൂടെയും നമുക്ക് യാത്ര പോകാം. ഏതൊരു എഴുത്തുകാരനെയും പോലെ തന്നെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിചാരങ്ങളിലൂടെയാണ് ശ്രീജിത്ത് എന്ന എഴുത്തുകാരനും സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതാസമാഹാരത്തിലെ ആദ്യ കവിതകളും അമ്മയെക്കുറിച്ചും അച്ഛനെയും കുറിച്ച് തന്നെയാണ്. നെഞ്ചൊരിത്തിരി പിടഞ്ഞ് കണ്ണൊരിത്തിരി കലങ്ങി നീരൊരിത്തിരി വീഴുമ്പോൾ കരം പിടിച്ച് ചേർത്തിരുത്തി കൂടെയിരുന്ന് കരുതുന്നവൾ അമ്മ. തോളിലേറ്റിലാളിച്ചതും തോൽക്കരുതെന്ന് ആഗ്രഹിച്ചതും തോളോട് തോൾ ചേർന്നൊടുവിൽ തോൽവികളിൽ കൂടെ നിന്നതും അച്ഛൻ. അമ്മയും അച്ഛനും ജീവിതത്തിൽ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ അനുഭവങ്ങളിലും നമ്മുടെ വിജയപരാജയങ്ങളിലുമൊക്കെ എപ്രകാരമാണ് അമ്മയും അച്ഛനും നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായും വിഷാദങ്ങളിലും സന്തോഷങ്ങളിലുമാണ് ഇവരുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത്. മാതാ, പിത, ഗുരു, ദൈവമെന്ന് നാം ചേർത്ത് വായിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും വലിയ സ്ഥാനമുണ്ട് എന്ന് കവി അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കവി പാടുന്നത്: നെഞ്ചൊരിത്തിരി പിടഞ്ഞ് കണ്ണൊരിത്തിരി കലങ്ങി നീരൊരിത്തിരി വീഴുമ്പോൾ കരം പിടിച്ച് ചേർത്തിരുത്തി കൂടെയിരുന്ന് കരുതുന്നവൾ അമ്മ. തോളിലേറ്റിലാളിച്ചതും തോൽക്കരുതെന്ന് ആഗ്രഹിച്ചതും തോളോട് തോൾ ചേർന്നൊടുവിൽ തോൽവികളിൽ കൂടെ നിന്നതും അച്ഛൻ. തീർച്ചയായിട്ടും വേരുകൾ എഴുതുന്നത്, വേരുകൾ എന്തൊക്കെ തന്നെ എഴുതിയാലും വേരുകളിലൂടെ നാം വായിക്കുന്നതെല്ലാം അത് ബന്ധങ്ങളായാലും സൗഹൃദങ്ങളായാലും പ്രണയമായാലും സ്നേഹമായാലും എല്ലാം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട് ഈ പുസ്തകത്തിലുടനീളം. തീർച്ചയായിട്ടും വേരുകൾ ആഴ്ന്നിറങ്ങേണ്ടത് ദൈവത്തിങ്കിൽ മാത്രമാണ്. ജീവിതം കൂടുതൽ ശക്തമാകണമെങ്കിൽ, ജീവിതത്തിന് കൂടുതൽ ശക്തി കിട്ടണമെങ്കിൽ, വൃക്ഷം വസന്തമൊരുക്കുന്നത് പോലെ, പൂത്തുലയുന്നത് പോലെ നമ്മുടെ ജീവിതം പൂത്തുലയണമെങ്കിൽ ജീവിതത്തിൻ്റെ വേരുകൾ മൂല്യങ്ങളായും പുണ്യങ്ങളായും ദൈവത്തിങ്കിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലും ഒരു വസന്തകാലം നമുക്ക് സാധ്യമാകുകയുള്ളൂ. ആ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വേരെഴുത്ത് എന്ന കവിതാ സമാഹാരം.